മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി എന്നുള്ളതാണ് വാർത്ത. തേയിലത്തോട്ടത്തിന് സമീപമാണ് ഈ കാട്ടാന ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സുർജിത്ത്, പാലക്കാട് കഞ്ചിക്കോട് ഒരു കാട്ടാന ഇറങ്ങി, അതിനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാട്ടിലേക്ക് തുരത്തി എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് വയനാട്ടിൽ കാട്ടാന ഇറങ്ങി എന്ന വാർത്ത വന്നിരിക്കുന്നത്. ഇത് ഈ വേലിയെല്ലാം തകർത്താണ് ജനവാസ മേഖലയിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, പഞ്ചാരക്കൊല്ലി താഴെ ചിറക്കരയിലാണ് ഈ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഇറങ്ങിയത്. ഇന്നലെ രാത്രിയും കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. മാത്രമല്ല തോട്ടമാണ്, ചുറ്റിലും തേയിലത്തോട്ടങ്ങൾ അടക്കമുള്ള തോട്ട മേഖലയാണ് ഈ പ്രദേശം. പഞ്ചാരക്കൊല്ലിക്ക് അടുത്തുള്ള സ്ഥലമാണ് ഈ താഴെ ചിറക്കര എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങുകയും പിന്നീട് അത് വലിയ അലസരം ഉണ്ടാക്കുകയും ചെയ്തു. ഇതിനുശേഷം അത് കാട് കയറിപ്പോയി. പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരികയായിരുന്നു. ഇന്ന് രാവിലെ കുട്ടികളുടെ ബഹളം കേട്ടാണ് ആളുകളെല്ലാം തന്നെ ഇത് വിവരം അറിയുന്നത്, കാട്ടാന നിലയുറപ്പിച്ച് വിവരം അറിയുന്നത്. പ്രദേശവാസികളെല്ലാം തന്നെ അവിടെ പ്രത്യേകിച്ച് കൃഷിയൊക്കെയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത് നിരന്തരം ചവിട്ടി മെതിച്ച് കടന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ടെന്നുള്ള ആക്ഷേപമുണ്ട്. ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ഫെൻസിംഗ് തകർത്താണ് എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി. അതായത് ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കം തകർത്ത് കളഞ്ഞാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. നിലവിൽ ഇപ്പോൾ ആന വനമേഖലയിലേക്ക് കയറി പോയിട്ടുണ്ട്. പക്ഷെ അത് വീണ്ടും ഇറങ്ങുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്ക ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. കാട്ടാന ശല്യത്തിന് ശാശ്വതമായ അറുതി ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. നിലവിൽ ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ആന കാട്ടിലേക്ക് കയറി പോയതിന്റെ ആശ്വാസമുണ്ട്. RRT സംഘത്തെ നിയോഗിച്ചുകൊണ്ട് പെട്രോളിംഗ് അടക്കം നടത്തണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഫെൻസിംഗ് തകർത്താണ് കാട്ടാന വന്നത്. അതുകൊണ്ട് തന്നെ അതുവഴി വീണ്ടും കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നൊരു ചെറിയ ആശങ്ക അവിടുത്തുകാർക്കുണ്ട്. സുജിത്ത് അയ്യപ്പത്താണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.